കോൺഗ്രസ് ദേശീയ സമ്മേളനം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 6 പതിറ്റാണ്ടിന് ശേഷമാണ് ഗുജറാത്തിൽ AICC സെഷൻ നടക്കുന്നത്. സമ്മേളനത്തിൽ 2 പ്രമേയങ്ങൾ അവതരിപ്പിക്കും. ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ വിശദമായ പ്രമേയം അവതരിപ്പിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP 24-നോട് പറഞ്ഞു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ പ്രമേയമാണ് വർക്കിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. ആ പ്രമേയത്തിൽ അന്തർദേശീയ വിഷയങ്ങൾ, ദേശീയ വിഷയങ്ങൾ, സംഘടനാപരമായ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി ചുങ്കം, ഉക്രൈൻ വിഷയമുണ്ട്, അതുപോലെ തന്നെ പലസ്തീൻ വിഷയങ്ങളുണ്ട്. മണിപ്പൂരിൽ 2 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന എത്നിക് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പ്രമേയത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയവും പറഞ്ഞിട്ടുണ്ട്. മൈനോറിറ്റിക്ക് നേരെയുള്ള കടന്നാക്രമണം, SC/STക്ക് നേരെ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്നിട്ടുള്ള അതിക്രമങ്ങൾ, അതോടൊപ്പം തന്നെ കാസ്റ്റ് സെൻസസിൻ്റെ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പ്രമേയത്തിൽ ഉൾപ്പെടുത്തുകയും ചർച്ചയ്ക്ക് വരികയും ചെയ്തിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് അഹമ്മദാബാദിൽ നിന്ന് തത്സമയം. ശ്രീനാഥ്, എന്തൊക്കെ ചർച്ചകളായിരിക്കും ഇന്ന് AICC സമ്മേളനത്തിൽ നടക്കുക പ്രധാനമായും? ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ നിർണായകമായൊരു ഘട്ടത്തിലാണ്. അവർക്ക് തിരിച്ച് അധികാരത്തിലേക്ക് വരേണ്ടത് പ്രധാനമാണ്. അതിനുള്ള തരത്തിലുള്ള ചർച്ചകളാണ് ഇന്നലെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ, വിശാല വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ നടന്നത്. ആ ചർച്ചയ്ക്കൊക്കെ ഒടുവിൽ തയ്യാറാക്കിയ പ്രമേയമാണ് ഇന്നിപ്പോൾ AICC സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ യോഗത്തെ ചരിത്രപരമാക്കുന്ന പല ഘടകങ്ങളുണ്ട്. അത് ഗുജറാത്തിൽ വെച്ച് വീണ്ടും ഒരിക്കൽ കൂടി ഈ സമ്മേളനം നടത്തുമ്പോൾ അതൊരു സന്ദേശം പാർട്ടി പ്രവർത്തകർക്കടക്കം നൽകുന്നുണ്ട്. നീണ്ട 64 വർഷങ്ങൾക്ക് ശേഷമാണ് 1961 ഭാവ്നഗറിൽ ചേർന്നതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഗുജറാത്ത് പോലൊരു സ്ഥലത്ത് നടക്കുന്നു. സമീപകാലത്ത് നമുക്കറിയാം, കഴിഞ്ഞ 30 വർഷത്തിലേറെയായി BJPക്ക് വലിയ കരുത്തും അധികാരവും ഗുജറാത്തിലുണ്ട്. നരേന്ദ്രമോദിയുടെ തട്ടകമാണ്. അവിടെ വെച്ച് സമ്മേളനം നടത്തുമ്പോൾ BJPയെ അതേ നാണയത്തിൽ നേരിടാനുള്ള കരുത്ത് പാർട്ടിക്കുണ്ട് എന്നൊരു തോന്നൽ പ്രവർത്തകർക്കിടയിലെങ്കിലും ഉണ്ടാക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കൂടി പാർട്ടിക്ക് ഇവിടെ ഒരു AICC സമ്മേളനം നടത്തുമ്പോൾ അത് ആ തരത്തിൽ കൂടി പ്രധാനപ്പെട്ടതാകുന്നു. ഒപ്പം തന്നെ മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി 100 വർഷം തികയുന്ന വേളയാണ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150-ാം ജന്മവാർഷികമാണ്. അങ്ങനെ പട്ടേലിനെയും ഗാന്ധിജിയെയും ഒക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് പുതിയൊരു പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. പവൻ ഖേരയുടെ വാക്കുകൾ കടമെടുത്താൽ അദ്ദേഹം പറയുന്നത് ഒരു 2ാം സ്വാതന്ത്ര്യ സമരത്തിന് സമാനമായ നീക്കങ്ങൾ ഞങ്ങൾ നടത്താൻ പോകുന്നു എന്നതാണ്. ഏതായാലും ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന പ്രമേയങ്ങളിൽ പ്രധാനപ്പെട്ടത് 2 പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു. അതിലാദ്യത്തേത് ഗുജറാത്തുമായി ബന്ധപ്പെട്ടതാണ്. ഗുജറാത്തിൽ പാർട്ടിക്ക് എങ്ങനെ തിരിച്ചു വരാം, ഗുജറാത്തിൻ്റെ നിലവിലെ സ്ഥിതി, BJP ഭരണത്തിൽ ഗുജറാത്ത് എത്രത്തോളം പുറകോട്ട് പോയി എന്ന ആരോപണങ്ങളൊക്കെയാണ് ഈ പ്രമേയത്തിൽ ഉണ്ടാവുക. 2ാമത്തെ പ്രമേയമാണ് നേരത്തെ കൊടിക്കുന്നിൽ സുരേഷ് സൂചിപ്പിച്ചതുപോലെ ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ പാർട്ടിയുടെ നിലപാട് പറയുന്ന പ്രമേയം. അതിൽ അന്തർദേശീയ തലത്തിൽ ട്രംപിൻ്റെ പകരച്ചുങ്കമുണ്ട്, യുക്രൈൻ യുദ്ധമുണ്ട്, അങ്ങനെ പല വിഷയങ്ങൾ. ദേശീയ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മണിപ്പൂർ വിഷയമുണ്ട്. വഖഫ് വിഷയത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്തായിരിക്കും പാർട്ടിയുടെ നിലപാട് എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ ദേശീയ തലത്തിൽ ജാതി സെൻസസ് അടക്കം കോൺഗ്രസ് സമീപകാലത്ത് തെരഞ്ഞെടുപ്പിലടക്കം ഉയർത്തിയ വിഷയങ്ങളിൽ മുൻപോട്ടുള്ള യാത്രയിൽ അവരുടെ നിലപാട് കൂടിയായിരിക്കും ഈ പ്രമേയത്തിൽ പറയുക. ഏതാണ്ട് 2000-ത്തിലധികം ഡെലിഗേറ്റ്സിനെയാണ് ഈ സമ്മേളനത്തിലേക്ക് പ്രതീക്ഷിക്കുന്നത്. സബർമതി തീരത്ത് ഏതാണ്ട് 10 മണിയോടെ സമ്മേളനം തുടങ്ങുകയും ചെയ്യും. ഇന്നലെ പ്രാർത്ഥന യോഗമടക്കം വൈകിട്ട് ഈ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം നടന്നിരുന്നു. നല്ല ചൂട് ഇപ്പോൾ അഹമ്മദാബാദിൽ അനുഭവപ്പെടുന്നുമുണ്ട്. ഇന്നലെ പ്രാർത്ഥന യോഗം കഴിയുന്ന വേളയിലാണ് ഈ P. ചിദംബരത്തിനും ദിഗ്വിജയ് സിംഗിനും ഒക്കെ തന്നെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും പിന്നീട് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും ഇരുവരുടെയും ആരോഗ്യനില കൂടി തൃപ്തികരമാണ്. അവർ ഇപ്പോൾ ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് അഹമ്മദാബാദിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.